വാർത്തകൾ വിശദമായി. കൊല്ലം ബൈപ്പാസ് സമർപ്പണം നാട്ടുകാർ ഉത്സവമാക്കി മാറ്റി. പ്രധാനമന്ത്രി പൊതുവേദിയിൽ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ സംസ്ഥാന മന്ത്രിമാർ റോഡ് ഷോ നടത്തി ബൈപ്പാസിനെ ജനകീയമായി ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങൾ രാജ്കുമാർ നൽകും. വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്തപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊല്ലം ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതും അതിന്ന് നാടിന് സമർപ്പിക്കപ്പെട്ടതും. പ്രധാനമന്ത്രി തന്നെ അത് നാടിന് സമർപ്പിച്ചുകൊണ്ട് കേരളത്തെ അദ്ദേഹം അഭിനന്ദിക്കുക കൂടി ചെയ്തു. അഷ്ടമുടിയുടെ തീരത്ത് നിൽക്കുമ്പോൾ കേരളം പ്രളയത്തിന് ശേഷം ഇത്രയേറെ പുരോഗതി കൈവരിച്ച് മുന്നോട്ട് വരുമെന്ന് താൻ വിശ്വസിച്ചില്ല. എന്തായാലും അതിപ്പോൾ വന്നതിൽ താൻ വളരെ സന്തോഷിക്കുന്നു. ഇനിയും കേരളം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം താൻ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതേസമയം പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ടും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുമാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ചിലർ അവിടെ നിന്ന് ബഹളം വെച്ചത് മുഖ്യമന്ത്രി അവരെ താക്കീത് ചെയ്യുകയും ചെയ്തു. കേരളത്തില് LDF ഗവൺമെന്റ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ കുറെ ആളുണ്ട് തോന്നുന്നല്ലേ? വെറുതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നതാണല്ലേ? ഒരു യോഗത്തില് അതിൻ്റെതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എന്തും കാണിക്കാനുള്ള ഒരു വേദിയാണ് യോഗം എന്ന് കരുതരുത്. ഇതുപോലുള്ള വേദികളിലല്ല ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഒരുപക്ഷെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കെ ആരെങ്കിലും ഇതുപോലെ ബഹളം വെക്കുകയോ കൂകുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് ദേശീയ വാർത്തയാവുകയും പ്രധാനമന്ത്രിക്ക് അത് നാണക്കേട് വരുത്തി വെക്കുകയുമായിരുന്നു. ഇതറിയാവുന്ന ഇടതുമുന്നണി പ്രവർത്തകർ ആരും തന്നെ അതുപോലുള്ള ഒരു രാഷ്ട്രീയ മാന്യത നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാനും പോയില്ല. അതിനുശേഷം ഈ ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി BJPയുടെ പരിപാടിയിലേക്ക് പോയി. എന്നാൽ പിന്നീട് റോഡ് ഷോ ആയിരുന്നു. മുഖ്യമന്ത്രി തന്നെ കൊല്ലം കാവനാടെത്തി ആൽത്തറമൂടിൽ നിന്ന് കല്ലുംതാഴം വരെ 13 കിലോമീറ്ററോളം ഇന്ന് നാടിന് സമർപ്പിക്കപ്പെട്ട ബൈപ്പാസിലൂടെ ഒരു റോഡ് ഷോയ്ക്ക് അദ്ദേഹം തുടക്കമിട്ടു. അതിന് തൊട്ടു പിന്നാലെ ഇടതുമുന്നണി പ്രവർത്തകർ മുഴുവനും അണിനിരന്നു. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, K. രാജു, MLA-മാരായിട്ടുള്ള മുകേഷ്, ചവറ വിജയംപിള്ള, നൌഷാദ്, നഗരപിതാവ് അഡ്വക്കേറ്റ് രാജേന്ദ്രബാബു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടാണ് റോഡ് ഷോ നടന്നത്. ശരിക്കും അതൊരു ജനകീയ ഉത്സവമായി, അതൊരു ജനകീയ ഉദ്ഘാടനമായി ആ റോഡ് ഷോ മാറുകയും ചെയ്തു. പീപ്പിൾ എക്സ്ക്ലൂസീവ്. മുനമ്പം മനുഷ്യക്കടത്ത് സംഭവത്തിൽ ദില്ലിയിൽ നിന്നും പോയവരുടെ വീടുകളിൽ കേരള പോലീസ് തെരച്ചിൽ നടത്തി. ഓസ്ട്രേലിയയിലേക്ക് കടന്നെന്ന് സംശയിക്കുന്ന വിഷ്ണുകുമാറിന്റെ വീട്ടിലാണ് പോലീസ് തെരച്ചിൽ നടത്തിയത്. വിദേശത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് മകൻ സംസാരിച്ചിരുന്നതായി വിഷ്ണുവിന്റെ അച്ഛൻ പോലീസിന് മൊഴി നൽകി. വിവരങ്ങൾ ശരത് നൽകും. ദില്ലി അംബേദ്കർ കോളനിയിൽ നിന്നും കുടുംബസമേതം ഓസ്ട്രേലിയയിലേക്ക് മുനമ്പം വഴി കടന്നു എന്ന് സംശയിക്കുന്ന വിഷ്ണുകുമാറിന്റെ വീട്ടിലാണ് കേരള പോലീസ് ഇന്ന് പരിശോധന നടത്തിയത്. പോലീസിന്റെ പരിശോധനയിൽ വിഷ്ണുകുമാറിന്റേത് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളോ രേഖകളോ ഒന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മാത്രമാണ് ആ വീട്ടിൽ കഴിയുന്നത്. തന്റെ മകൻ വിദേശത്ത് പോകുന്നതിനെ കുറിച്ച് സമീപകാലങ്ങളിൽ തന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഹനുമന്തപ്പ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തന്റെ മകന്റെ ഭാര്യയെയും അതുപോലെ മകനെയും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാനും വിഷ്ണുകുമാർ ആഗ്രഹിച്ചിരുന്നതായും ഹനുമന്തപ്പ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ എല്ലാ തവണയും എല്ലായ്പ്പോഴും വീട്ടിലുണ്ടാകുന്ന ഒരാളല്ല വിഷ്ണുകുമാർ എന്നും പോലീസിന് ഹനുമന്തപ്പ മൊഴി നൽകിയിട്ടുണ്ട്. 1 മണിക്കൂറോളം ദില്ലി അംബേദ്കർ കോളനിയിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം തന്നെ ആലുവ SI ആയ ഷാബു മാത്യുവിന്റെയും മേരിദാസിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടന്നു. ഏതായാലും ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് മനുഷ്യക്കടത്തിൽ വലിയ ഒരു ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള ഒരു പ്രാഥമിക നിരീക്ഷണത്തിൽ തന്നെയാണ്, പ്രാഥമികമായ അനുമാനത്തിൽ തന്നെയാണ് കേരള പോലീസ് ഉള്ളത്. വരുന്ന ദിവസങ്ങളിലും അന്വേഷണം തുടരുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരാഴ്ചക്കാലം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ദില്ലിയിലുള്ള ആളുകളെ കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിച്ച ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കും വരും ദിവസങ്ങളിൽ കേരള പോലീസ് കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. സംവിധായകനും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. നാളെ രാവിലെ കലാഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 2 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്? ആരൊക്കെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനെത്തി? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
അശ്വതി, വൈകുന്നേരം 5 മണിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം അടുത്ത സുഹൃത്തുക്കളും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയായ പണ്ഡിറ്റ് കോളനിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, ഒപ്പം കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ മന്ത്രിമാരും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രഗത്ഭരും ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. പ്രിയ സംവിധായകനെ ഒരു നോക്ക് കാണാനായി ആളുകളുടെ അണമുറിയാത്ത പ്രവാഹമാണ് പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് രാത്രി മുഴുവനായി ഈ വീട്ടിലായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടാവുക. നാളെ രാവിലെ 10 മണിയോടുകൂടി ആദ്യം കലാഭവനിൽ, അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായ കലാഭവനിൽ ദീർഘകാലം അദ്ദേഹം പ്രവർത്തിക്കുകയും എല്ലാം ചെയ്ത KSFDCയുടെ ഓഫീസിൽ അവിടെ കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് അദ്ദേഹത്തിന്റെ കലാലയമായ മാതൃകലാലയമായ യൂണിവേഴ്സിറ്റി കോളേജിലായിരിക്കും പൊതുദർശനത്തിന് പിന്നെ ഉണ്ടാവുക. അവിടെ അതിനുശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഉച്ചയ്ക്ക് ശേഷം ശാന്തി കവാടത്തിൽ മൃതദേഹം സംസ്കരിക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. ഇന്നലെ രാത്രി 8:45 കരൾ രോഗബാധയെ തുടർന്ന് വിഖ്യാത ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര പ്രവർത്തകനുമായ ലെനിൻ രാജേന്ദ്രൻ അന്തരിച്ചത്. മരണസമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ, ഭാര്യ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം ഏതാണ്ട് 15ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ലെനിൻ രാജേന്ദ്രൻ വളരെ അതുല്യനായ ഒരു ചലച്ചിത്ര പ്രവർത്തകനായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവസാന കാലഘട്ടത്തിൽ പോലും ഇടതുപക്ഷ ധാരയോടൊപ്പം ഉറച്ചു നിന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകനെയാണ് സാംസ്കാരിക കേരളത്തിന്, ചലച്ചിത്ര മേഖലയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ കവടിയാറിലെ നന്ദൻകോട്ടെ പണ്ഡിറ്റ് കോളനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അശ്വതി, രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ പശുരാഷ്ട്രം, BJP പിന്തുടരുന്ന ഹിന്ദു വർഗീയ പ്രീണന നയങ്ങളുമായി കോൺഗ്രസ് സർക്കാരും തെരുവിൽ അലയുന്ന പശുക്കളെ ദത്തെടുക്കുന്നവരെ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ആദരിക്കുമെന്ന് അശോക് ഗെഹ്ലോട്ട്. ജില്ലാ കളക്ടർമാർക്ക് ചുമതലകൾ കൈമാറി. വിവരങ്ങൾ സന്തോഷ് സർലിംഗ് നൽകും. രാജസ്ഥാനിൽ നേരത്തെ BJP നടത്തിയ പശുരാഷ്ട്രീയത്തിന് പിന്നാലെ പോവുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. അശോക് ഗെഹ്ലോട്ട് സർക്കാർ അധികാരത്തിലെത്തിയ ഡിസംബറിന് തൊട്ടടുത്ത ദിവസം തന്നെ തെരുവിൽ അലയുന്ന പശുക്കളെ സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് കോൺഗ്രസ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. എല്ലാ ജില്ലാ കളക്ടർമാർക്കും ഉത്തരവിലൂടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് തെരുവിൽ അലയുന്ന പശുക്കളെ സംരക്ഷിക്കാൻ, ദത്തെടുക്കാൻ മുന്നോട്ട് വരുന്ന വ്യക്തികളെ ആദരിക്കുമെന്നാണ്. ഇതിനായി വ്യക്തികളെയും NGOസുകളെയും മറ്റ് സന്നദ്ധ സംഘടനകളെയും പ്രേരിപ്പിക്കണം എന്ന നിർദ്ദേശവും ജില്ലാ കളക്ടർമാർക്ക് കോൺഗ്രസ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയോ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഗുണകരമാകുന്ന പദ്ധതികൾ പ്രയോഗിക്കാത്ത കോൺഗ്രസ് സർക്കാരാണ് ഇപ്പോൾ പശുരാഷ്ട്രീയത്തിന് പിന്നാലെ പോയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഖേദകരം. ഇതേറെ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരവ് പ്രകാരം സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും നടക്കുന്ന ചടങ്ങുകളിലും പരേഡുകളിലും ഈ പശുക്കളെ ദത്തെടുക്കുന്നവരെ പ്രത്യേകം ആദരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ജില്ലാ ആസ്ഥാനങ്ങളിലെത്തി പശുക്കളെ ദത്തെടുക്കാം, അതിനായി ഒരു നിശ്ചിത തുക അടയ്ക്കാം. ഇങ്ങനെ നിരവധി ക്രൈറ്റീരിയകളൊക്കെ കോൺഗ്രസ് സർക്കാർ മുന്നോട്ട് പോകുന്നു. എന്തായാലും രാജസ്ഥാനിൽ ആദ്യമായാണ് വസുന്ധരാജ സിന്ധ്യ സർക്കാർ നേരത്തെ ഒരു പശു മന്ത്രിയെ നിയമിച്ചത്. അതേ നീക്കം തന്നെ, അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്ന് തെരുവിലെളിയുന്ന പശുക്കളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഹിന്ദു പ്രീണന നയത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് സർക്കാരും പോകുന്നത്. ശബരിമലയിൽ പോകാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി കെ സുരേന്ദ്രൻ സമർപ്പിച്ച അപേക്ഷ ഹൈക്കോടതി തള്ളി. ശബരിമലയിൽ സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ഇളവ് നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ ഹർജി തള്ളിയത്. ഇതിനിടെ ശബരിമലയിൽ സർക്കാരിന് രഹസ്യ അജണ്ടയില്ലെന്നും സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക മാത്രമാണ് സർക്കാരിന്റെ അജണ്ടയെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ശബരിമല വിഷയത്തിൽ സർക്കാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ വിശദീകരണം നൽകിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് നൽകും. ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ 2 കേസുകളാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. അതിലൊന്ന്, ശബരിമല സന്ദർശിക്കുന്നതിനായി തനിക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് കെ സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജിയായിരുന്നു. ആ ഹർജി കോടതി തള്ളുകയാണ് ഉണ്ടായത്. ശബരിമലയിൽ പോകുന്നതിന് വേണ്ടി ജാമ്യവ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. മാത്രവുമല്ല, കടുത്ത വിമർശനം സുരേന്ദ്രനെതിരെ കോടതി നടത്തുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടത്
എന്തിനാണ് താങ്കൾ ഇപ്പോൾ ശബരിമലയിലേക്ക് പോകുന്നത് എന്ന് കോടതി ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഹർജി പരിഗണിക്കവേ അവിടെ ശാന്തമായ അന്തരീക്ഷമാണല്ലോ, അത് തകർക്കാനാണോ പോകുന്നത് എന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് സുരേന്ദ്രന്റെ അഭിഭാഷകൻ പറഞ്ഞത് പരോൾ പ്രതികളടക്കം, കൊലക്കേസ് പ്രതികളടക്കം ശബരിമലയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. ആ സാഹചര്യത്തിൽ തന്റെ കക്ഷിക്കും അത്തരത്തിൽ ശബരിമല സന്ദർശിക്കാനുള്ള സാഹചര്യം വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ കോടതി പറഞ്ഞത് അവർ പോകട്ടെ, അതായത് കൊലക്കേസ് പ്രതികളൊക്കെ പോകട്ടെ, എന്തിനാണ് താങ്കൾ പോകുന്നത്, അവിടെ സമാധാന അന്തരീക്ഷം തകർക്കാനല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഹർജി കോടതി തള്ളിയത്. ഏതായാലും വലിയ തിരിച്ചടിയായി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ കോടതിയുടെ തീരുമാനം. ഏതായാലും മജിസ്ട്രേറ്റ് കോടതിയെ വേണമെങ്കിൽ സമീപിക്കാം എന്നൊരു ഇളവ് കോടതി സുരേന്ദ്രന് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി കോടതി ചില കേസുകൾ പരിഗണിച്ചിരുന്നു. അതിലൊന്ന്, നിരീക്ഷക സമിതി നൽകിയ ഇടക്കാല റിപ്പോർട്ട് പരിഗണിക്കവേ കഴിഞ്ഞ ആഴ്ച ചില പരാമർശങ്ങൾ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയും ഒപ്പം ശബരിമല സന്ദർശനം നടത്തിയ 2 യുവതികൾക്കെതിരെയും ഒക്കെ ആയിരുന്നു. അതിനെ സംബന്ധിച്ച് വിശദമായൊരു സത്യവാങ്മൂലം തന്നെ കോടതിയിൽ ഇന്ന് സർക്കാർ സമർപ്പിച്ചു. അതിൽ പറയുന്നത് സർക്കാരിന് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ അജണ്ടയും ഇല്ല. ഒരൊറ്റ അജണ്ടയെ സർക്കാരിനുള്ളൂ, അത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ഭരണഘടനാപരമായി സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന് ഈ സത്യവാങ്മൂലം കോടതി ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി അതിൽ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. സർക്കാരിന് മറ്റ് അജണ്ടകളൊന്നുമില്ല, പക്ഷേ അജണ്ടകൾ ഉണ്ട് എന്ന് ആരോപിക്കുന്നവർ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട ചില സംഘടനകളുമാണ് എന്നും പറയുന്നു. മാത്രമല്ല, ശബരിമലയിലെത്തുന്ന പുരുഷന്മാരുടെ ഒക്കെ അവരുടെ ഭക്തി അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അളക്കുന്നതിന് യാതൊരു സംവിധാനവും മാർഗമോ ഇല്ല. അതുകൊണ്ട് തന്നെ അത് സാധ്യവുമല്ല. അതേപോലെ തന്നെ യുവതികളെത്തിയാൽ അവർ വിശ്വാസികളാണോ എന്നറിയുന്നതിന് യാതൊരു സംവിധാനവുമില്ല. മാത്രവുമല്ല, അത്തരത്തിലൊരു സംവിധാനം ഏർപ്പെടുത്തുന്നത് അത് ലിംഗവിവേചനവും ഭരണഘടനാ വിരുദ്ധവുമാകും എന്നും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ കനകദുർഗയുടെയും ബിന്ദുവിന്റെയും ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗൂഢാലോചനയുള്ളതായി സർക്കാരിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല. മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ഗൂഢാലോചന നടന്നതായും സർക്കാർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങളൊന്നും വസ്തുതാപരമായി കരുതുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ഹർജികളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനായി കോടതി മാറ്റിവെച്ചിട്ടുമുണ്ട്. കർണാടകയിൽ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ. 2 സ്വതന്ത്ര MLA-മാർ JDS കോൺഗ്രസ് സഖ്യ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. BJP-ക്കൊപ്പമെന്നും MLA-മാർ പ്രഖ്യാപിച്ചു. H. നാഗേഷ്, R. ശങ്കർ എന്നീ MLA-മാരാണ് പിന്തുണ പിൻവലിച്ച് ഗവർണർക്ക് കത്ത് നൽകിയത്. 4 കോൺഗ്രസ് MLA-മാർ BJP നേതാക്കൾക്കൊപ്പം മുംബൈയിലുണ്ട്. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു. ഈ രാത്രിയിലും കർണാടകയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി നടക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് 2 സ്വതന്ത്ര MLA-മാരായ H. നാഗേഷും R. ശങ്കറും സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് കർണാടക ഗവർണർക്ക് കത്ത് കൈമാറിയത്. ഗവർണർ ഓഫീസ് കത്ത് ലഭിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഉച്ചയോടുകൂടി ഇരു MLA-മാരും മുംബൈയിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടു. BJP-യോടൊപ്പം പോവുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. JDS കോൺഗ്രസ് സഖ്യ സർക്കാരിന് ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, BJP-ക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്നാണ് H. നാഗേഷ് പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 7 മാസമായി MLA-മാരെ വേണ്ടത്ര പരിഗണിക്കാൻ പോലും സഖ്യ സർക്കാരിന് കഴിയുന്നില്ല എന്ന ആരോപണം നാഗേഷ് ഉന്നയിക്കുകയും ചെയ്തു. ഇവരോടൊപ്പം 4 കോൺഗ്രസ് MLA-മാരും മുംബൈയിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ അവരുടെ നിലപാട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇവരെ അനുനയിപ്പിക്കാനായി കോൺഗ്രസ് ദൂതന്മാരെ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ ഇത്തരത്തിൽ പിന്തുണ പിൻവലിക്കുകയൊക്കെ ചെയ്താൽ സ്വാഭാവികമായും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാകും. അങ്ങനെ 12ഓളം MLA-മാരെങ്കിലും ഭരണപക്ഷത്ത് നിന്ന് അയോഗ്യരാകിയാൽ മാത്രമേ BJP-ക്ക് കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ BJP നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ വലിയ വെല്ലുവിളി അല്ല എന്നാണ് കോൺഗ്രസിന്റെ കർണാടകയിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ ആദ്യം തന്നെ പ്രതികരിച്ചതും പിന്നീട് മുഖ്യമന്ത്രി HD കുമാരസ്വാമിയും പറഞ്ഞ ഇത്തരം വെല്ലുവിളികൾ താൻ ആസ്വദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇതിനിടയിൽ മഹാരാഷ്ട്ര എന്നുള്ള ഒരു BJP മന്ത്രി പറഞ്ഞിരിക്കുന്നത് 2 ദിവസത്തിനുള്ളിൽ കർണാടകയിൽ പുതിയ സർക്കാർ രൂപീകരിക്കും എന്ന് തന്നെയാണ്. BJP ആകട്ടെ അവരുടെ MLA-മാരെയും MP-മാരെയും ഇപ്പോൾ ഡൽഹി ഗുർഗാമിലെ ഒരു രഹസ്യ സങ്കേതത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്.